Hello everyone, welcome back to another episode of e.talks spoken English series. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാക്ക് ഓഫ് നെസസിറ്റിയെ കുറിച്ചാണ്. ആവശ്യമില്ല എന്നെങ്ങനെയാണ് നമ്മൾ പറയുക. ഒരു സംഗതി നിങ്ങൾ ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അത് ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്നോ എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല എന്നോ അല്ലെങ്കിൽ ഭാവിയിൽ അത് ചെയ്യേണ്ടതുണ്ടായിരിക്കില്ല എന്നൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാനുള്ളതാണ്. ഒറ്റ വാക്ക് പഠിച്ചാൽ മതി. I don't have to എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ you don't have to എന്ന് പറഞ്ഞാൽ തന്നെ അത് നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. I don't have to അല്ലെങ്കിൽ അത് വേറൊരാളെ പറ്റി പറയുകയാണെങ്കിൽ he doesn't have to എന്ന് പറയണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ പാട്ടുകൾ നമ്മൾ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടു എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റിൽ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ല. കാരണം ബിക്കോസ് ദ ഓഫീസ് ടൈം ഈസ് അറ്റ് 10:30 AM. അത് രാവിലെ 10:30 സാധാരണ ഓഫീസ് തുടങ്ങുന്നത്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. വേറൊരാൾ എഴുന്നേൽക്കേണ്ടതില്ല എന്ന് എങ്ങനെ പറയാം? He doesn't have to get up early because the office opens very late nowadays എന്നൊക്കെ പറയാം. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്നത് ഞാൻ നേരത്തെ എണീക്കേണ്ടതില്ല. ഇനി അതിനെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. അത് വേറൊരാളെ പറ്റിയാണ് പറയുന്നതെങ്കിലോ he didn't have to get up early അല്ലെങ്കിൽ she didn't have to get up early അല്ലെങ്കിൽ അവർ എന്ന് പറയുമ്പോൾ they didn't have to get up early എന്ന് പറയാം. ഇനി എനിക്ക് പിന്നെ അടുത്ത മാസം മുതൽ ഗൾഫിലാണ് ജോലി. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരില്ല എന്നെങ്ങനെയാണ് പറയാം? ഐ വോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. വേറൊരാളെ പറ്റി പറയുമ്പം he won't have to get up early. അതും വേറൊരാളെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെ he won't have to get up early എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ I don't have to get up early. I don't have to drive fast. He doesn't have to drive fast. He didn't have to drive fast. I didn't have to drive fast. I won't have to drive fast. He won't have to drive fast എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ ഇറ്റ്സ് നോട്ട് നെസസറി എന്നും പറയാവുന്നതാണ്. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ഇറ്റ്സ് നോട്ട് നെസസറി ടു ഡ്രൈവ് ഫാസ്റ്റ്. ഇറ്റ് വാസ് നോട്ട് നെസസറി ടു ഡ്രൈവ് ഫാസ്റ്റ്. ഇറ്റ് വാസ് നോട്ട് നെസസറി ടു ഗെറ്റ് അപ്പ് ഏർലി എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ലാക്ക് ഓഫ് നെസസിറ്റി, ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഐ ഡോണ്ട് ഹാവ് ടു. അത് കഴിഞ്ഞ ഒരു സംഗതിയെ പറ്റി പറയുകയാണെങ്കിൽ ഐ ഡിഡ്ന്റ് ഹാവ് ടു. അത് വരാൻ പോകുന്ന കാര്യത്തിൽ സംഭവിക്കാനുള്ളതാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ഐ വോണ്ട് ഹാവ് ടു എന്നും പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാക്ക് ഓഫ് നെസസിറ്റി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.